നമസ്കാരം. വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനലിൽ ഞാൻ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളും ഹിന്ദു പൂജാവിധികളും അതുപോലെ തന്നെ പ്രതിവിധികളും ഒക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇതിലൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ തുടർന്ന് കാണുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഭഗവത്ഗീതയെ കുറിച്ചിട്ട് എനിക്കൊരു ഒന്ന് രണ്ട് എൻക്വയറീസ് വന്നായിരുന്നു. ഭഗവത്ഗീത വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഭഗവത്ഗീത വായിക്കുന്നത് കൊണ്ട് എന്ത് മാറ്റമാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അവർ യഥാർത്ഥ വിശ്വാസികളാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു അറിവ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ് ഭഗവത്ഗീതയെ കുറിച്ചിട്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കുവാതിരിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഭഗവത്ഗീതയില് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഭഗവത്ഗീത ആദ്യമായി വായിച്ചു തുടങ്ങുന്നത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ സ്കൂളിൽ ഗോകുലം ക്ലാസ് ഉണ്ട്, ബാലഗോകുലം. അത് എന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഹിന്ദുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ് ആയിരുന്നു. ആ ഒരു ക്ലാസ്സിൽ ഞാൻ വായിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് എനിക്ക് പ്രായം ഓർമ്മയില്ല. സ്കൂൾ സമയം തൊട്ടേ ഞാൻ പോകാറുണ്ട് ബാലഗോകുലത്തിന്. ഭഗവത്ഗീത എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ വട്ടം വായിക്കുമ്പോഴും, അന്നൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അതിന് സംസ്കൃതത്തിൽ എഴുതി വെച്ചേക്കുന്നതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാകത്തില്ല. ഇത് എന്താ എഴുതിയേക്കുന്നത്? അത് വായിക്കുമ്പം എന്താണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്? ഒരു യുദ്ധത്തിനകത്ത് രണ്ടുപേരിലുള്ള സംസാരമല്ല, ഇത് എന്തിനാണ് ഈ വായിക്കുന്നത്? ഇതുകൊണ്ട് ഒരുപാട് പേരുടെ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഭഗവത്ഗീത വായിച്ചിട്ട് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ഉയർച്ചയും വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ഭഗവത്ഗീത കൊണ്ട് എന്ത് ഉയർച്ചയാണ് വരുന്നത് എന്നുള്ളത്. പക്ഷെ എൻ്റെ അമ്മൂമ്മ ബാലഗോകുലം പഠിപ്പിക്കുകയും ഈ പൂജാവിധി പ്രകാരമൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെയധികം സാധനയൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അമ്മൂമ്മ എന്നും ഭഗവത്ഗീത വായിക്കാറുണ്ട്. ഞാൻ എനിക്ക് അമ്മൂമ്മയെടുത്ത് ചോദിച്ചു, എന്തിനാണ് ഈ എന്നും വായിക്കുന്നത്? ഇത് ഒന്ന് തന്നെയല്ലേ എഴുതിയേക്കുന്നത്? ഇങ്ങനെ എന്നും വായിച്ചത് കൊണ്ട് എന്താണ് മാറ്റം വരുന്നത്? ഇത് മന്ത്രമല്ലല്ലോ. അന്നൊക്കെ എൻ്റെ ചിന്ത മന്ത്രം മാത്രമാണ് പവർഫുൾ അല്ലെങ്കിൽ ഒരു ശക്തിയുള്ളത് എന്നാണ്. അന്ന് അമ്മൂമ്മ പറയാറുണ്ട്, നീ ഇത് ഓരോ വട്ടം വായിക്കുമ്പോഴും നിനക്ക് ഓരോ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാകുമെന്ന്. അത് ഞാൻ അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷെ എൻ്റെ അമ്മൂമ്മയുടെ മരണശേഷം അതൊരു ചെറിയൊരു വിഷമം എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. കാരണം അമ്മൂമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകളായിരുന്നു ഞാൻ. അമ്മൂമ്മയുടെ ഭഗവത്ഗീത എനിക്കാണ് അമ്മൂമ്മ തന്നിട്ട് പോയത് മരിക്കുന്നതിന് മുമ്പിട്ട്. അപ്പം ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ പുറത്ത് ഞാൻ ആ ഭഗവത്ഗീത വായിച്ചു നോക്കിയത്. അപ്പൊ ഞാൻ ഓരോ വട്ടം ചിലപ്പോൾ ഞാനത് മറന്നു പോകും, ഇന്നലെ എന്താ വായിച്ചതെന്നുള്ളത്. അതിനകത്ത് ബുക്ക് മാർക്കോ ഒന്നും വെക്കാറില്ല. ചിലപ്പോൾ പിന്നെയും ചിലപ്പോൾ ഈ ഒരേ സ്ഥലമായിരിക്കും വായിക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത്, ഇതൊക്കെ തന്നെയല്ലേ ഞാൻ എന്നും വായിക്കുന്നത്, നടുക്കുന്നെടുത്ത് വായിക്കാൻ നോക്കുന്നത്, നടുക്കുന്നെടുത്ത് വായിക്കും. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഒരേ കാര്യം തന്നെയാണ് വായിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കൊരു പെട്ടെന്ന് കത്ത് നമ്മൾ ഇതൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. എല്ലാ സംസ്കൃത വാക്കുകളും ഓർമ്മയിലിരിക്കത്തില്ല. അമ്മൂമ്മയ്ക്ക് എല്ലാ അധ്യായങ്ങളും കാണാപ്പാടമായിരുന്നു. എനിക്ക് 1 അധ്യായം മാത്രമേ കാണാപ്പാടം അറിയത്തുള്ളായിരുന്നു അന്നൊക്കെ. അപ്പോൾ എല്ലാ അധ്യായങ്ങളും എല്ലാ വാക്കുകളും പക്ഷെ നമുക്കത് വായിച്ചു മനസ്സിലായത് ഞാൻ വായിച്ചിട്ടില്ലേ എന്നുള്ളത്. പക്ഷേ ഇത് വായിക്കുമ്പോൾ പലപ്പോഴും പല രീതിയിലേക്കാണ് ഞാൻ പോകുന്നത്. വെച്ചാൽ ചിന്തകൾ നമ്മളുടെ പല രീതിയിലേക്ക് മാറ്റപ്പെടുന്ന വെച്ചാൽ നമ്മളുടെ ഒരു ലെവലിൽ നിന്ന് നമ്മൾ 2-ാം ലെവലിലേക്ക്, 2-ാം ലെവലിൽ നിന്ന് 3-ാം ലെവലിലേക്ക് ഇങ്ങനെ നിങ്ങളുടെ ചിന്തകൾ മാറി മാറി പോകും. അങ്ങനെയാണ് സത്യത്തിൽ ഓരോരുത്തരും അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു വഴി തുറന്നു കൊടുത്തത് ഭഗവത്ഗീതയാണെന്ന് പറയുന്നത്. സത്യത്തിൽ എനിക്കത് മനസ്സിലാക്കുവാൻ ഒരുപാട് കാലമെടുത്തു. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത നിങ്ങൾ എന്നും വായിക്കുക. അതൊരു യുദ്ധത്തിനെ കുറിച്ചോ 2 പേരുടെ കോൺവെർസേഷനോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാതെ ഭഗവത്ഗീത നിരന്തരം എന്നും ഒരധ്യായം വായിക്കാൻ പറ്റില്ലെങ്കിലും ഒരു 10 ശ്ലോകമെങ്കിലും വായിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ വായിക്കുക. തീരുമ്പോൾ പിന്നെയും തുടങ്ങുക. അങ്ങനെ നിങ്ങൾ സ്ഥിരം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് അതെങ്ങനെ പറഞ്ഞു തരിക എന്നറിയില്ല, അതിനകത്ത് കാണുവാൻ പറ്റാത്ത തലത്തിലുള്ള പല ഡിസ്ക്രിപ്ഷനുകളും അതിനകത്ത് വരുന്നുണ്ട്, പല കാര്യങ്ങളും വരാറുണ്ട്. പിന്നെ നിങ്ങൾ ഇങ്ങനെ സാധനയോടുകൂടി ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ പല സമയത്തും പല ചിന്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹയർ ലെവലിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഹയർ ലെവലിലുള്ള സ്വപ്നങ്ങളും ചിലപ്പോൾ നിങ്ങൾ കോൺവെർസേഷൻസ് ഒക്കെ നടത്തിയിരിക്കും. അതായത് ഇതെങ്ങനെ പറഞ്ഞു തരിക എന്ന് എനിക്കറിയില്ല. നിങ്ങളിത്
വായിച്ച് നിങ്ങൾ അറിയേണ്ട, അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. സംസ്കൃതം അറിയത്തില്ലെങ്കിൽ പോട്ടെ, സംസ്കൃതവും അതിൻ്റെ കൂടെ മലയാളാർത്ഥത്തോടുള്ള ഗീതയും ഉണ്ട്. അത് വാങ്ങിച്ചു വായിക്കൂ ആദ്യം നിങ്ങൾ. എന്ത് കഷ്ടല്ലേ, നമ്മള് ഹിന്ദുവാണെന്ന് പറയുന്നു. ഞാനൊരു മതത്തിന്റെ രീതിയിലും പ്രചാരണം നടത്താൻ ഉദ്ദേശിക്കുന്നതല്ല. പക്ഷേ നമ്മൾക്ക് സംസ്കൃതം അറിയില്ല. കാരണം നമ്മളുടെ എല്ലാ വേദങ്ങളും എല്ലാ മഹത് ഗ്രന്ഥങ്ങളും എല്ലാം സംസ്കൃതത്തിലാണ്. പക്ഷെ എത്ര പേര് ഇത് വായിക്കുവാൻ വേണ്ടി സംസ്കൃതം പഠിച്ചിട്ടുണ്ടെന്നൊന്ന് നോക്കിയേ. നമ്മൾ ആരും പഠിക്കില്ല. നമ്മളുടെ വേദത്തിന്റെയും നമ്മളുടെ മഹത് ഗ്രന്ഥത്തിന്റെയും വില നമ്മൾക്കറിയില്ല. പക്ഷെ ഇംഗ്ലീഷുകാർക്ക് നമ്മളുടെ വേദത്തിന്റെയും നമ്മളുടെ സംസ്കാരത്തിന്റെയും വില അറിയാം. കാരണം ഞാൻ പലപ്പോഴും അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ള കാര്യങ്ങളാണ്, ഇപ്പം ഈ ഗ്രഹങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വേദത്തിൽ ഇത് പറഞ്ഞിട്ടില്ലേ. അവര് ഹിന്ദുക്കളാകുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ. അവര് ഹിന്ദുക്കളായി മാറുന്നവരുണ്ട്, ഹിന്ദു സംസ്കാരത്തിലേക്ക് പോകുന്നവരുണ്ട്, നമ്മുടെ നാട്ടിൽ ബലിയിടാൻ വരുന്നവരുണ്ട്. നമ്മൾ എത്ര പേര് ബലിയിടും നമ്മുടെ വീട്ടിൽ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട്? ബലിയിടാനായിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിൽ പോകുന്നവരുണ്ട്. അതുപോലെ പല അമ്പലങ്ങളിലും പൂജയ്ക്ക് വേണ്ടി പോകുന്നവരുണ്ട്. നിങ്ങള് ഹരിദ്വാറിലും അതേപോലെ തന്നെ ഋഷികേശിലും പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, അവരുടെ ജീവിതം, അവരുടെ ജോലി, വളരെ സാമ്പത്തികമായിട്ട് ജീവിക്കുന്നവർക്ക് അതൊക്കെ ഉപേക്ഷിച്ച് വർഷങ്ങളായിട്ട് സന്യാസത്തിനായിട്ട് ഋഷികേശി വന്ന് നിൽക്കുന്നവരുണ്ട്. ഞാൻ ഋഷികേശിൽ പോയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുള്ളതാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് അവരുടെ വസ്തുക്കളും എല്ലാം വിറ്റ് ഉപേക്ഷിച്ച് ഋഷികേശിൽ വന്ന് ധ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾക്കാണ് സത്യത്തിൽ നമ്മളുടെ സംസ്കാരത്തിന്റെ വിലയോ നമ്മളുടെ സംസ്കാരത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നോ അറിയാത്തത്. ഞാൻ ഒരിക്കലും ഒരു രീതിയിലും മറ്റുള്ള മതത്തിനെയോ അവരുടെ ഗ്രന്ഥങ്ങളിലെയോ ഒന്നിനെയും ഞാൻ തെറ്റായിട്ട് പറയുന്നതല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. എല്ലാം നല്ല കാര്യങ്ങളാണ് ഈ ലോകത്തിന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളാണ് എല്ലാത്തിനകത്തും പറയുന്നത്. പക്ഷെ നമ്മൾ ആരും അതിനു വേണ്ടിയിട്ട് മെനക്കെടാറില്ല. അപ്പൊ നിങ്ങൾ അതിന്റെ മലയാളം പരിവർത്തനം കൂടിയുള്ള ബുക്ക് വായിച്ചിട്ട് അത് എന്നും വായിക്കുക. നിങ്ങൾക്ക് ആത്മീയപരമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ എന്നും വായിക്കുക. ഞാൻ പറയുന്നൊരു ബുക്ക് ഭഗവത്ഗീതയാണ്. കാരണം നിങ്ങൾക്കത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഒരു വട്ടം വായിക്കുന്നതല്ല രണ്ടാമത് മനസ്സിലാവുന്നത്, രണ്ടാമത് വായിക്കുന്നതല്ല നിങ്ങൾ മൂന്നാമത് കാണുന്നത്. പക്ഷെ ആ എഴുതിയേക്കുന്ന വാക്കുകളെല്ലാം ഒന്നു തന്നെയാണ്. എല്ലാവരുടെ ബുക്കിലുള്ളത് ഒന്ന് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥമായിരിക്കത്തില്ല നിങ്ങളിൽ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അർത്ഥമായിരിക്കത്തില്ല നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന വേറൊരാൾക്ക് മനസ്സിലാവുന്നത്. ഓരോരുത്തരുടെയും ആത്മീയ തലത്തിലേക്കുള്ള ഉയർച്ച അല്ലെങ്കിൽ ഉണർവ് അത് പല രീതിയിലായിരിക്കും. അത് ഒരു ബുക്കിൽ നിന്ന് തന്നെ, ഒരു ശ്ലോകത്തിൽ നിന്ന് തന്നെ, ഒരു വാക്കിൽ തന്നെയും പല തലത്തിലുള്ള ആത്മീയതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത വായിക്കുവാൻ ഞാൻ എല്ലാവരുടെ അടുത്തും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർമ്മ വന്ന കാര്യം ഞാനൊന്ന് വീഡിയോ ആയിട്ട് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചക്ര ഹീലിംഗ് ഒക്കെ എന്താണെന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. അതെന്തൊക്കെയാണെന്ന് ഞാനൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ബൈ.